വെൽക്കം ടു ഫോർ തണ്ടർ വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാനുള്ള ഒരു ക്രാഫ്റ്റ് എല്ലാവർക്കും ചെയ്യാൻ ഒരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഞാൻ എല്ലാവർക്കും സിമ്പിളായിട്ട് ഒരു ക്രാഫ്റ്റ് ഐഡിയ പറഞ്ഞുതരാം. നമുക്ക് ഈ ക്രാഫ്റ്റിന് വേണ്ടി കുറേ ഇങ്ങനെ ഈ സൈസിലുള്ള കുറേ പേപ്പേഴ്സ് വേണം. ഗമ്മ ഓർ സെലോ ടേപ്പ്. ഗമ്മാണ് ശരിക്കും ആവശ്യം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഗമ്മില്ലാത്തതുകൊണ്ട് സെലോ ടേപ്പ് എടുത്തിട്ടുണ്ട്. സിസേഴ്സ് അത് മസ്റ്റാണ് കേട്ടോ. അതിനുശേഷം ഈ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സിസേഴ്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ഇവിടെ ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് സൂക്ഷിച്ച് നോക്കുക. ഈ ഒരു പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ വയ്ക്കും. അപ്പോൾ നമുക്കൊരു സർക്കിൾ കിട്ടും. ഒരു സെലോ ടേപ്പ് എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിക്കുക. അപ്പോൾ ഞാൻ അതുപോലെ കുറേ എണ്ണം എടുക്കാൻ പറഞ്ഞു. ഞാൻ പകുതി എത്തിയപ്പോഴാണ് വീഡിയോ എടുക്കണമെന്ന് ഓർമ്മ വന്നത്. ഉണ്ടോ, കഴുത്തിലല്ല കേട്ടോ, എവിടെയെങ്കിലും ഡെക്കറേഷനൊക്കെ തൂക്കാൻ. ശരിക്കും ഇത് ഒരേ പേപ്പർ വേണം അങ്ങനെയൊന്നുമില്ല. ഒരേ പേപ്പർ വേണം എന്നുമില്ല എന്നാണ് ഞാൻ പറയാൻ വന്നത്. ഒരേ പേപ്പർ വേണമെന്നൊന്നുമില്ല. അതിനുശേഷം ഞാൻ എങ്ങനെ ഇതുവരെ ചെയ്തു. ഞാൻ ഇനി നിങ്ങൾക്ക് ചെയ്യണത് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ ഇത് ചെയ്തത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ അറിയുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഒരു സർക്കിൾ ഉണ്ടാക്കുക. എന്നിട്ട് ആ സർക്കിളിൻ്റെ ഉള്ളിൽ കൂടെ ഞാനൊരു എല്ലാം പെട്ടെ ആ സർക്കിളിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ സർക്കിൾ എന്ന് വിചാരിക്കുക. ഈ സർക്കിളിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു പേപ്പർ എടുക്കുക. എന്നിട്ട് നോക്കിയിരിക്കണേ. അതുപോലെ നമ്മൾ സർക്കിൾ ഉണ്ടാക്കിയ പോലെ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒട്ടിക്കുക. അപ്പോൾ നമ്മൾ ചെയ്ത് എത്തിയിട്ടുണ്ട്. ഇനി ബാലൻസ് കുറച്ച് പേപ്പേഴ്സേ ഉള്ളൂ. ഞങ്ങൾക്ക് വൈറ്റ് എത്ര എണ്ണമാണ് കാണിച്ചിട്ട്. വൈറ്റ് 3 എണ്ണമുണ്ട്, ഗ്രീൻ 1 ഉണ്ട്, യെല്ലോ 3 ഉണ്ട്. ഇത് വെച്ചിട്ട് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാം. ഫൈനലി നമ്മുടെ ഒട്ടിച്ചിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.